ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 മാസം പ്രായമായിട്ടുള്ള കുട്ടികളുടെ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 4 മാസം പ്രായമുള്ള കുട്ടികളുടെ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്കറിയാം ആസ് പാരൻസ് നമ്മൾ എപ്പോഴും ഓരോ നമ്മുടെ കുട്ടികളുടെ മൈൽ സ്റ്റോൺ എന്ന് മാത്രമാണ് അവർ ഡെവലപ്പ് ആകുന്നത് അല്ലെങ്കിൽ ആകേണ്ടത് എന്ന് എപ്പോഴും ഉത്സവരായിരിക്കും അറിയാനായിട്ടല്ലേ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേസിക് ആയിട്ട് എന്തൊക്കെ മൈൽ സ്റ്റോൺസ് ആണ് ഈ ഒരു ടൈമിൽ 4 months എന്നുള്ള ഒരു ടൈം പീരീഡിൽ അച്ചീവ് ആവുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതുമായി തന്നെ പറയാനുള്ളത് മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സമയത്ത് ഇന്ന കാര്യങ്ങൾ അവർ ഡെവലപ്പായി വരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് കോമൺ ആയിട്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതായത് ആസ് പോയിന്റ് ഓഫ് എറർ കുറച്ചൊരു മാർജിൻ ഇട്ടിട്ട് വേണം നമ്മളിത് എപ്പോഴും മനസ്സിൽ കാണേണ്ടതായിട്ട്. എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഡോക്ടറെ കാണുക. എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. എന്നെ കൊണ്ടാവുന്നത് എത്രയും പെട്ടെന്ന് ഞാൻ റിപ്ലൈ തരുന്നതാണ്. 4 മാസമായ കുട്ടിക്ക് നമുക്ക് മൈൽ സ്റ്റോണിനെ കുറിച്ച് പറയാം. നമുക്ക് ബേസിക് ആയിട്ട് 4 തരത്തിൽ ഇതിനെ മൈൽ സ്റ്റോൺസിനെ ക്ലാസിഫൈ ചെയ്യും. ബേസിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ആദ്യം തന്നെ കോഗ്നിറ്റീവ് ലെവൽ ഡെവലപ്മെന്റ്, എന്തുമാത്രം ആ ഒരു IQ ലെവലായിട്ട് അവർ എന്തുമാത്രം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് എന്നുള്ള രീതിക്ക് അവർ എന്തുമാത്രം മുന്നോട്ട് വന്നിട്ടുണ്ട്. സോഷ്യൽ ലെവൽ അല്ലെങ്കിൽ ഇമോഷണൽ ലെവൽ ആയിട്ട് അവർ എന്തുമാത്രം ആ ഒരു മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ് അവർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് പെർസെപ്ഷൻ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ലാംഗ്വേജ് അവർ എന്തുമാത്രം യൂസ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാം. അങ്ങനെ അവർ എന്തുമാത്രം മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ബേസിക് ആയിട്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ലെവൽ മൈൽ സ്റ്റോൺസ് ആണ് നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ മൈൽ സ്റ്റോൺസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതായത് ഒരു സോഷ്യലി അവന് എന്തുമാത്രം കേപ്പബിൾ ആയി വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. നമ്മളെ അവൻ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്, ഓക്കെ, നമ്മുടെ മൂവ്മെന്റിനെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മളെ നോക്കി ചെറുതായിട്ട് ചിരിക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ചെറുതായിട്ടൊക്കെ ചിരിക്കുകയും ചെയ്യാം, നമ്മളെ നോക്കാം, നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ട് അവൻ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്ത് നോക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളെ കുറച്ചൊന്ന് നമ്മുടെ അറ്റൻഷൻ അവനിലേക്ക് എത്താനായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ശ്രദ്ധിച്ച് നോക്കുക, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാം. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവന് അല്ലെങ്കിൽ ഇവള് ഭക്ഷണം കാണുന്ന ഒരു സമയത്ത് വായ തുറക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അല്ലെങ്കിൽ ബ്രസ്റ്റ് കാണുന്ന സമയത്ത് വായ തുറന്ന് വായിലേക്ക് വെച്ച് തന്നോളൂ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ വായ തുറക്കുന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട്. ഭക്ഷണം കിട്ടാനായിട്ട് ഒരുപക്ഷെ വായ തുറക്കാം, അല്ലെങ്കിൽ ഭക്ഷണമായിട്ടുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വായ തുറക്കാം. അതായത് ബ്രസ്റ്റ് കണ്ടാല് അല്ലെങ്കിൽ പാല് കണ്ടാല് ഉണ്ടെന്ന് തോന്നിയാൽ ഒക്കെ വായ തുറക്കാം. അതുപോലത്തെ ചെറിയ ചെറിയ റെസ്പോൺസുകളൊക്കെ കാണിക്കാനും ചാൻസ് ഉണ്ട്. ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക് കാര്യങ്ങളൊക്കെ അവർ കാണിക്കാം. അപ്പൊ അത് നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് ജനറലായിട്ട് പറയുന്നതാണ്, കോമൺ ആയിട്ട് സാധാരണ കാണുന്ന കാര്യങ്ങളാണ്. പിന്നെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ മൈൽ സ്റ്റോണിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവന് കൈ അടയ്ക്കാനും തുറക്കാനും ഉള്ളൊരു കപ്പാസിറ്റി. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിന്റെ നെർവസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിലൂടെ ഫിസിക്കലായിട്ടും ന്യൂറൽ ഡെവലപ്മെന്റും മസിൽ ഡെവലപ്മെന്റും ഒക്കെ നടക്കുന്നതിന്റെ ഒരു നമുക്ക് അറിയാൻ പറ്റുന്ന പെർസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് ഈ കാര്യങ്ങൾ. ഈ സമയത്ത് ആ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവന് ഞാൻ നേരത്തെ പറയും വായ തുറക്കാൻ സാധ്യതയുണ്ട് അല്ലേ. എന്തെങ്കിലും കൈ കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി, കൈ അടയ്ക്കാനും തുറക്കാനും ഉള്ള ഒരു കപ്പാസിറ്റി, എന്തെങ്കിലും പിടിച്ചിട്ട് അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാൻ ഉള്ള ഒരു ടെൻഡൻസി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴുത്തിന്റെ സ്റ്റെബിലിറ്റി കുറച്ചും കൂടെ വരിക, ഹെഡ് കുറച്ചും കൂടെ ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. ഹെഡ് ഹോൾഡ്, എസ്പെഷ്യലി ടമ്മി ടൈം ഒക്കെ കൊടുക്കുന്ന സമയത്ത് കഴുത്ത് അവന് സ്റ്റേബിൾ ആയിട്ട് കുറച്ചുകൂടെയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. പിന്നെ കൈയെ ടമ്മി ടൈം കൊടുക്കുന്ന സമയത്ത് എൽബോ വരെ സ്വന്തമായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു കപ്പാസിറ്റി, അതൊക്കെ ഈ ഒരു ടൈമിൽ അവന്
അച്ചീവ് ചെയ്യുന്നതാണ് നോർമലി. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതുപോലെ കയ്യിൽ പിടിച്ചിട്ട് വായിലോട്ട് കൊണ്ടുപോകാൻ, ഓക്കെ, ഫുഡ് കഴിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ ഉള്ളൊരു ഇന്നേറ്റ് ആയിട്ടുള്ളൊരു ഡെവലപ്മെന്റ് ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്നതാണ്. ഇനിയാണ് ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവൽ മൈൽസ്റ്റോണിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന അവന് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ, ഓക്കെ. അതായത് ആ ഊ അതുപോലത്തുള്ള ഓരോ വാക്കുകൾ, അതായത് വാക്കായിട്ടല്ല, പക്ഷെ അതുപോലത്തെ പ്രത്യേക സൗണ്ടുകൾ നമ്മളെ കേൾപ്പിക്കാൻ അവൻ ശ്രമിക്കും. അതായത് അവൻ എന്തൊക്കെയോ കൺക്ലൂഡ് ചെയ്യാനായിട്ട്, നമ്മളെ മനസ്സിലാക്കി ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. അതായത് അവൻ നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവൻ്റെ ആയിട്ടുള്ള ലാംഗ്വേജിൽ അവൻ ആ കാര്യങ്ങൾ പറയുകയാണ്. എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് സൗണ്ടിന്റെ നേർക്ക് നോക്കാനുള്ളൊരു കപ്പാസിറ്റി ഇപ്പോഴത്തേക്ക് ഡെവലപ്പായി വരുന്നതാണ്. എന്തെങ്കിലും നമ്മൾ മോനോട് അല്ലെങ്കിൽ മോളോട് സംസാരിക്കുന്ന സമയത്ത് അതുമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ഈ ഒരു ടൈമിൽ ഈ കപ്പാസിറ്റി വന്ന് തുടങ്ങുന്നതാണ്. അപ്പൊ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഈ ഓ എന്തെങ്കിലുമൊക്കെ ഒച്ച ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ബേസിക്കലി പറയാന്നുണ്ടെങ്കിൽ ഒരു 4 months എന്നുള്ള രീതിക്ക് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഉള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലായിരിക്കും, കുറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. 1-2 മാസത്തിൻ്റെയൊക്കെ ഡിലേയും അല്ലെങ്കിൽ ഏർലി ഒക്കെ ആയിട്ട് ഇത് വരാറുണ്ട്. ഓവർലാപ്പ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, മൈൽ സ്റ്റോൺസ് ഉണ്ട്. എങ്കിൽ പോലും ബേസിക് ആയിട്ട് ഉള്ളൊരു ചെക്ക് പോയിന്റുകളാണ് ഇതൊക്കെ. സോ ഇതൊക്കെ ശ്രദ്ധിക്കുക. നമുക്കറിയാം കുട്ടികൾ വളർന്നു വരുന്ന പ്രായമാണ്, അവർക്ക് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബ്രസ്റ്റ് മിൽക്കാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് എന്ന് നമുക്കറിയാം. കുട്ടികളെ ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു ടൈമാണ് അവർ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ, ഓക്കെ. ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം വളരുന്നതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സമയമാണ് ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ. അപ്പോൾ 4 months എന്ന് പറയുമ്പോൾ അവരുടെ ചിലപ്പം നമുക്ക് കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും, അവരുടെ രീതികൾ കുറച്ചുകൂടെ. കുട്ടികൾ കരയാൻ ചാൻസ് ഉണ്ട്, അവർക്ക് പല പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, തുമ്മല്, മൂക്കൊലിപ്പ്, ചുമ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, പനി, വയറ്റുവേദന, ചെവി വേദന, ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏർലി സൈൻസ് ഒക്കെ പാരൻസ് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. എത്ര പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുക എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവരിലേക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും ടോപ്പിക്കിൽ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുക. സോ ഏവർക്കും നല്ലൊരു സുഖമായിരുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.